നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി കസേരയ്ക്ക് കളി തുടങ്ങി വി.ഡി. സതീശൻ. മുന്നിലുള്ള തടസ്സം കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും വെട്ടിമാറ്റാൻ സതീശൻ കൂട്ടർ കളം നിറഞ്ഞു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ സതീശൻ ക്യാമ്പ് ബോംബ് പൊട്ടിച്ചു. ഒന്നുകിൽ മുഖ്യമന്ത്രി കസേര, അല്ലെങ്കിൽ പാർട്ടിക്ക് തീയിടുക എന്ന നിലപാടാണോ സതീശന്റേത്? കാരണം രണ്ടും കൽപ്പിച്ചിറങ്ങി നെറികെട്ട രാഷ്ട്രീയ കളികളാണ് സതീശൻ പുറത്തെടുത്തിരിക്കുന്നത്. റിസൾട്ട് വരും മുന്നേ അധികാരമുറപ്പിച്ച സതീശൻ ഇക്കുറി നേടിയേ തീരൂ എന്ന വാശിയിലാണ്. എന്നാൽ ഏറ്റവും വലിയ തിരിച്ചടി രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിലാണ് എം.എൽ.എമാർ കൂടുതലുള്ളത്. പ്രതിപക്ഷ നേതാവ് കസേരയിൽ ഇരുന്ന കാലം മുതൽ ഗ്രൂപ്പിസം പൊളിക്കാനാണ് സതീശൻ നീക്കം തുടങ്ങിയത്. ഭരണം കിട്ടുമ്പോൾ മുഖ്യൻ കസേരയ്ക്ക് ഗ്രൂപ്പുകളി ഏണിയാകുമെന്നറിയാവുന്നത് കൊണ്ട് അന്നേ പണി തുടങ്ങിയതാ. എന്നിട്ടും ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. ഇതിനോടിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ തുടങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാരെ പാളയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതോടെ സതീശൻ ഒന്ന് ആശ്വസിച്ചു, കാര്യങ്ങൾ സേഫ് ആയി എന്ന്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം വിഷയം തിരിച്ചടിച്ചു. യുവനിര മുഴുവൻ ഇപ്പോൾ സതീശനോട് ഇടഞ്ഞു നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോട് സതീശൻ കാണിച്ച നിലപാടാണ് അതിന് കാരണം. എന്നാൽ ഇപ്പോൾ വി.ഡി. സതീശൻ കാണിക്കുന്നത് എന്താണ്? അധികാരം പിടിച്ചത് അത് തനിക്ക് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള നിലപാടിലേക്കാണ് സതീശൻ എത്തിയിരിക്കുന്നത്. സതീശന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാപക പ്രചാരണത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം വ്യക്തമായതോടെ കടുത്ത അതൃപ്തിയിൽ ഹൈക്കമാൻഡ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് പങ്കിടുന്നതിന് മുൻപേ ഗ്രൂപ്പ് പോര് പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കം പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് സതീശന് വേണ്ടി പ്രചാരണം കൊഴുപ്പിക്കുന്നത്. ഇത്തവണ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ തഴഞ്ഞ് സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കൂട്ടത്തോടെ ഇമെയിൽ അയക്കാനാണ് കൊച്ചി ലോബിയുടെ ആഹ്വാനം. UK-യിലെ ഒരു മലയാളി അസോസിയേഷൻ ഗ്രൂപ്പിൽ സതീശൻ അനുകൂലി പങ്കുവച്ച സന്ദേശം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് അയക്കേണ്ട സന്ദേശവും അവരുടെ ഇമെയിൽ ഐഡികളും സഹിതമാണ് ഈ പ്രചാരണം നടക്കുന്നത്. പിന്നിൽ സതീശൻ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഗ്രൂപ്പ് തർക്കങ്ങളില്ലാതെ പാർട്ടിയെ നയിച്ച കെ.സി. വേണുഗോപാലിന്റെ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് വലിയ മതിപ്പാണുള്ളത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അവസാന കാലയളവിൽ വി.ഡി. സതീശൻ എടുത്ത ചില നിലപാടുകൾ പാർട്ടിക്കും സമുദായ സംഘടനകൾക്കും ഇടയിൽ വലിയ അകൽച്ചയുണ്ടാക്കിയെന്ന് ഹൈക്കമാൻഡിന് പരാതി ലഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കാനുള്ള സതീശൻ ക്യാമ്പിന്റെ നീക്കത്തെ ഹൈക്കമാൻഡ് ഗൗരവത്തോടെയാണ് കാണുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടാകില്ലെന്ന് കെ.സി. വേണുഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്തു തന്നെയായാലും അംഗീകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളും നിലപാടെടുത്തിട്ടുണ്ട്. കരുണാകരൻ ആന്റണി കാലഘട്ടത്തിലെ ഗ്രൂപ്പ് വഴക്കുകളിലേക്ക് പാർട്ടിയെ തിരികെ കൊണ്ടുപോകുന്ന ഒരു നീക്കവും അനുവദിക്കില്ലെന്ന കർശന നിലപാടെടുത്തിരിക്കുകയാണ് AICC. ഫലം വരാനിരിക്കെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ സജീവമാക്കുന്നത് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് സാധാരണ പ്രവർത്തകരും. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഇമെയിൽ തന്ത്രം സതീശനെതിരെ തിരിക്കാനാണ് ചിലരുടെ നീക്കവും തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ വി.ഡി. സതീശൻ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുമോ? മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് വി.ഡി. സതീശൻ ഈ കണ്ട കളിയൊക്കെ കളിക്കുന്നത്. പലരെയും ഇതിനോടകം ചവിട്ടി ഒതുക്കുകയും വെട്ടിമാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. തൻ്റെ ഇരിപ്പിടം സേഫാക്കാനുള്ള കളികൾ നേരത്തെ തുടങ്ങി വെച്ചിരുന്നു സതീശൻ. എന്നാൽ ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയുടെ പേര് പറയുമോ എന്നുള്ള ഒരു ഭീതി വി.ഡി. സതീശനുണ്ട്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കെ.സിയെ വിടാൻ രാഹുൽ ഗാന്ധി തയ്യാറായേക്കില്ല എന്നുള്ള ചില വാദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നറുക്ക് വീഴുക രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും. കാരണം കേരളത്തിലെ ഒട്ടുമിക്കാൽ കോൺഗ്രസ് UDFകാർക്കും അതുപോലെ തന്നെ ലീഗിനും കേന്ദ്രത്തിനും ഹൈക്കമാൻഡിനും താല്പര്യമുള്ളത് രമേശ് ചെന്നിത്തലയാണ്. എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ ഉറപ്പായും രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരും എന്നുള്ള ഒരാശങ്ക വി.ഡി. സതീശൻ ക്യാമ്പിനുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് വി.ഡി. സതീശൻ രംഗത്തേക്കിറങ്ങി ഇമെയിൽ തന്ത്രവുമായി എത്തിയിരിക്കുന്നത്. തൻ്റെ അനുകൂലികളോടെല്ലാം പറഞ്ഞിരിക്കുന്നത് തനിക്ക് വേണ്ടി വാദിക്കാനാണ്. സൈബർ ഇടത്തിൽ മുഴുവൻ തൻ്റെ പേരിങ്ങനെ മുഴങ്ങി കേൾക്കണം.
കോൺഗ്രസിന് ഇത്തവണ അധികാരം കിട്ടുന്നത് താൻ മൂലമാണ് എന്ന് വരുത്തി തീർക്കണം. അതിനുവേണ്ടി തന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും PR വർക്കിന് വേണ്ടി കൂട്ടമായിട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ് VD സതീശൻ. പക്ഷേ എന്നിട്ട് VD സതീശനോ എനിക്കൊന്നും അറിയാൻ പാടില്ല, എൻ്റെ പേര് അവിടെയും ഇവിടെയും വരുന്നതിന് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള നിലപാടാണ് VD സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. ടീം UDF എന്നും പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ഇവരെല്ലാവരും നിന്നത്. അതിനോടിടയ്ക്ക് കടിപിടികളൊക്കെ ഉണ്ടായെങ്കിലും വലിയ പരിക്കുകളില്ലാതെ ഇവർ തെരഞ്ഞെടുപ്പ് നേരിട്ട് വോട്ടെടുപ്പും കഴിഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുവരെയെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ? പക്ഷേ തയ്യാറല്ല. VD സതീശൻ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇത് പാർട്ടിക്കാണ് തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അധികാരം എന്ത് വിശ്വസിച്ച് തരണം എന്നുള്ള ഒരു ചോദ്യം ഇതിനു മുൻപ് ആദ്യം ഉയർന്നിരുന്നു. കാരണം നിങ്ങളുടെ തമ്മിലടി കണ്ടപ്പോൾ. പക്ഷേ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് അത് പ്രതിപക്ഷത്തിന് വോട്ടാകും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ മികച്ച പ്രവർത്തനം കൊണ്ടൊന്നുമല്ല കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നത്. കാരണം അട്ടർ വേസ്റ്റാണ്. തമ്മിലടിയും കുതികാൽ വെട്ടും ഈ പറയുന്നത് പോലെ തന്നെ പരസ്പരം പാര പണിയുക, അധികാര കസേരയ്ക്ക് വേണ്ടി എന്ത് നെറികേടും കാണിക്കുക, ആ ലെവലിലേക്ക് UDFും കോൺഗ്രസും എത്തിയിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അത് ജനങ്ങളുടെ ഔദാര്യം മാത്രമാണ്. ഇനിയെങ്കിലും ഈ പാർട്ടി മര്യാദയ്ക്കൊന്ന് നിലനിന്നാൽ കൊള്ളാം. എവിടെയാണ് ഇപ്പോഴുള്ളത്? കേന്ദ്രവും കേരളവും ഒക്കെ ഒരേ സമയം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഇന്ന് അവരുടെ അവസ്ഥ പരിതാപകരമാണ്. വലിയ കൊഴിഞ്ഞുപോക്ക്, ഭരണമില്ലാത്ത അവസ്ഥ. മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അടപടലം അടിതെറ്റി വീണിരിക്കുകയാണ്. എന്നിട്ടും ഇവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഫലം വരുന്നതിന് മുൻപ് നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ വിമർശനവുമായി KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ രംഗത്ത് വന്നു. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളുടെ വിശ്വാസത്തിനെതിരായിട്ട് വരുമെന്ന് അദ്ദേഹം വിമർശിച്ചു. സമയമാകുമ്പോൾ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അതായിരിക്കും അവസാന വാക്കെന്നും AP അനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. എല്ലാ MLA-മാരുടെയും അഭിപ്രായം ആരായും. മറ്റു ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുമില്ല. ഏത് ഭാഗത്തു നിന്നാണെങ്കിലും അത്തരം ചർച്ചകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഹൈക്കമാൻഡ് പറയുമെന്നാണ് മറ്റു കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് ഒരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. R. ശങ്കർ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തത് ഒരു രീതി ഉണ്ട്. ഹൈക്കമാൻഡ് ഇടപെടുന്ന രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് തന്നെയാകും അടുത്ത മുഖ്യമന്ത്രിയെയും തിരഞ്ഞെടുക്കുക. കോൺഗ്രസിനാണ് മുഖ്യമന്ത്രി എന്നത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം. AP അനിൽകുമാർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത് പൂർണ്ണമായും ഹൈക്കമാൻഡാണെന്നും AP അനിൽകുമാർ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായിട്ട് പാർട്ടിയെ സജ്ജമാക്കിയത് ഹൈക്കമാൻഡാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് KPCCയെയും ടീം UDFനെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും ഹൈക്കമാൻഡ് നൽകി. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പാർട്ടി മുന്നോട്ട് പോയത്. പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് UDFും പോയിട്ടുള്ളത്. AICC നേതൃത്വം ഇതുപോലെ സഹായിച്ച ഒരു തെരഞ്ഞെടുപ്പ് മുൻപുണ്ടായിട്ടില്ല. താഴെത്തട്ടിൽ നിരീക്ഷകരെ വെച്ച് നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് പഠിച്ച് സ്ഥാനാർത്ഥി നിർണയം മുതൽ ഒരുപാട് കാര്യങ്ങൾ AICC നിർവഹിച്ചു. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാ പിന്തുണയും തന്നു. ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നും AP അനിൽകുമാർ അവസാന വാക്കായി പറഞ്ഞു. ഇത് VD സതീശൻ കൂട്ടർക്കിട്ടുള്ള ഒരു കുത്തുകൂടിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ ഒരുപോലെ യോഗ്യരാണെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്ന DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് K. ബാബു രംഗത്തെത്തിയിരുന്നു. ഷിയാസിന്റെ പ്രസ്താവന തികച്ചും അപക്വമാണെന്നും അത്തരം ചർച്ചകൾക്ക് ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല എന്നായിരുന്നു അദ്ദേഹം മറുപടി കൊടുത്തത്. എല്ലാ ജില്ലക്കാർക്കും തങ്ങളുടെ ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വരണമെന്ന ആഗ്രഹം ഉണ്ടാകാം. എന്നാൽ അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി ആരാകണമെന്ന് പറയാൻ താൻ യോഗ്യനല്ലെന്നും അത്തരം ചർച്ചകളുടെ 7 അയലത്ത് പോലും താനില്ലെന്നും K. ബാബു വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ ഇടത് ഭരണത്തിൽ ജനങ്ങൾ മടുത്തിരിക്കുകയാണെന്നും അത് അവസാനിപ്പിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവാണ് കഴിഞ്ഞ 5 വർഷം UDFനെ നയിച്ചത്. എത്ര സീറ്റുകൾ ലഭിക്കുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും എറണാകുളം ജില്ലയിൽ UDF വലിയ പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വേണം എന്നുള്ള ആവശ്യവും ആഹ്വാനവും ഒക്കെ വരുന്നതിന് പിന്നിലും VD സതീശൻ തന്നെയാണ് എന്നുള്ളതിൽ ആർക്കാണ് സംശയം? എന്തായാലും ഒരു വഴിക്കൂടെ തനിക്ക് വേണ്ടിയിട്ട് സ്വയം പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് VD സതീശൻ.
കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തെരഞ്ഞെടുപ്പ്. അത് പക്ഷേ ജനാധിപത്യപരമായിട്ടൊന്നും അല്ല നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചും കൂട്ടയടി നടത്തിയുമൊക്കെയാണ് അവർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. പക്ഷേ അവസാനം ഹൈക്കമാൻഡിന്റെ അന്തിമ വാക്ക് എന്താണോ അതേ നടക്കാൻ പോകുന്നുള്ളൂ. ഇങ്ങനെ ഹൈക്കമാൻഡിനെ ഒന്ന് പ്രതിരോധത്തിലാക്കാനും സമ്മർദ്ദത്തിലാക്കി മുഖ്യമന്ത്രി കസേര മേടിക്കാനുമാണ് വി ഡി സതീശനും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം സതീശൻ കൂട്ടരാണ് ഇതിന് പിന്നിലെന്ന് ഹൈക്കമാൻഡിന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരടി ഇനി ഒരു വഴിക്കൂടെ നടക്കുന്നുണ്ട്. അതായത് PK കുഞ്ഞാലിക്കുട്ടി പൊട്ടിച്ച ഒരു ബോംബ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ട് എന്നുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ആ ഒരു പരാമർശം, പ്രസ്താവന അത്ര നിസ്സാരമായിട്ടൊന്നും തള്ളിക്കളയണ്ട. കാരണം UDFനെ വിഴുങ്ങാൻ ലീഗ് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു വഴിക്കൂടെ ഇമെയിൽ തന്ത്രം പയറ്റുന്ന സതീശൻ ഒടുക്കം എന്തെങ്കിലും ഒരു മന്ത്രി കസേര കിട്ടിയാലായി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ലീഗ് കുറെ സീറ്റുകൾ ചോദിക്കും, കുറെ വകുപ്പുകൾ ചോദിക്കും. അത് UDF കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ വരാനിരിക്കുന്ന ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി ലീഗ് പണി കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം 10 വർഷമായിട്ട് അധികാരമില്ലാതെ പുറത്തിരിക്കുകയാണല്ലോ ലീഗ്. അവർക്ക് എങ്ങനെയും അധികാരം പിടിക്കുക എന്നുള്ള ഒരു ഒറ്റ തീരുമാനത്തിൽ എണ്ണയിട്ട പോലെയാണ് പ്രവർത്തിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ലീഗിന് അങ്ങ് വടക്കോട്ട് UDFന് കിട്ടുന്ന, കോൺഗ്രസിന് കിട്ടുന്ന എല്ലാ സീറ്റുകളിലും കൃത്യമായി ലീഗിന്റെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായും അവർക്ക് വേണ്ട വകുപ്പുകൾ ചോദിച്ചു മേടിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്ക് എന്തെങ്കിലും വകുപ്പ് കിട്ടിയാലായി എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. UDF സർക്കാരിൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിനോട് ഒരു തരത്തിലുമുള്ള വിലപേശലിനും മുസ്ലിം ലീഗ് മുതിരില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. പക്ഷെ അപ്പോഴും പറയുന്നുണ്ട്, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷെ ഞങ്ങൾ അത് ഉന്നയിക്കില്ല, ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം പറയില്ല, നിങ്ങൾ കണ്ടറിഞ്ഞ് തരണം എന്നുള്ള ധ്വനിയാണ് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ലീഗിലെ മറ്റു ചില നേതാക്കളുടെയും മുനവർ അലി തങ്ങളുടെയും ഈ ഒരു ആവശ്യം, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള ആവശ്യം വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. അധികാരം കിട്ടുന്നതിന് വേണ്ടി മിണ്ടാതിരുന്നവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ജയിക്കും എന്ന് സ്വയം വിശ്വസിച്ചു തുടങ്ങിയതോടെ തലപൊക്കിയിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി രംഗത്തേക്ക് വന്ന് വിഷയമൊന്നും മയപ്പെടുത്തി സംസാരിച്ചത്. അധികാര പങ്കാളിത്തം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മുന്നണിക്കുള്ളിലെ സൗഹൃദപരമായ ചർച്ചകളിലൂടെ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. UDF അധികാരത്തിൽ വരുമ്പോൾ ആരാകണം മുഖ്യമന്ത്രി എന്നത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കോ ചർച്ചകൾക്കോ ലീഗ് പ്രസക്തി നൽകുന്നില്ല. നിലവിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിർത്തേണ്ടതില്ല എന്നും അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയ കാര്യങ്ങളാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങൾ അനാവശ്യ തർക്കങ്ങൾക്കായി ശ്രമിക്കേണ്ടതില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഒരെണ്ണയിട്ട യന്ത്രം പോലെയാണ് UDFന് വേണ്ടി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ താഴെ തട്ടിലുള്ള പ്രചാരണം വരെ വളരെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് പൂർത്തിയാക്കിയത്. ലീഗ് മത്സരിച്ച എല്ലാ സീറ്റുകളിലും മികച്ച വിജയ പ്രതീക്ഷയുണ്ടെന്നും ബഹുഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്നും കുഞ്ഞാലിക്കുട്ടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. CPMന്റെ രാഷ്ട്രീയ ശൈലിയെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. CPM എപ്പോഴും മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കാനാണ് ശ്രമിക്കാറുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫിർ പ്രയോഗം ഇതിന് ഉദാഹരണമാണ്. ഇത്തരം വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ അവർ ആവർത്തിക്കുന്നത് അവർക്ക് തന്നെ ദോഷം ചെയ്യുമെന്നും ഇത്തരം നീക്കങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇതിനിടെ UDFനെ പരിഹസിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്ന UDFന്റെ അവകാശവാദങ്ങൾ വെറും ഫണ്ട് പിരിവ് ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് റിയാസ് പ്രതികരിച്ചു. അധികാരത്തിലെത്തുമെന്ന പ്രതീതി സൃഷ്ടിച്ച് പണം പിരിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു റിയാസ് ഇക്കാര്യം വെട്ടിത്തുറന്നു പറഞ്ഞത്. ഏപ്രിൽ 9 മുതൽ മെയ് 4 വരെ പ്രതിപക്ഷം ഭരണപക്ഷത്തെ പോലെ സംസാരിക്കും. അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് മെയ് 4 വരെ അവർക്ക് ഫണ്ട് പിരിക്കാം. റിയാസ് പരിഹസിച്ചു. BJPയും UDFും തമ്മിൽ എന്ത് ഡീൽ ഉണ്ടാക്കിയാലും അതിനെയെല്ലാം അതിജീവിച്ച് LDF ഭരണ തുടർച്ച നേടുമെന്നും റിയാസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ബേപ്പൂരിൽ ഇത്തവണ മികച്ച വിജയം ഉണ്ടാകുമെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ UDFന് ലഭിക്കുമെന്നത് വെറും കണക്കുകൂട്ടൽ മാത്രമാണെന്നും റിയാസ് പറഞ്ഞു. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസനത്തിനുമാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും ഇടതു മുന്നണിക്ക് അനുകൂലമായ കാറ്റാണ് സംസ്ഥാനത്ത് വീശിയതെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. എന്തായാലും കാത്തിരുന്ന് കാണണം ആര് വാഴും ആര് വീഴും എന്നുള്ളത്.
അധികാരം കിട്ടിയാൽ വി.ഡി. സതീശന്റെ മോഹങ്ങൾ പൂവണിയുമോ അതോ ഞെരിച്ചുടച്ച് ഹൈക്കമാൻഡ് കളയുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.